ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കറക്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരിക. കറക്റ്റായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ കഴിയുക നമുക്ക് തന്നെയാണ്. നമുക്കൊരു തീരുമാനമെടുക്കാൻ ഏത് നിമിഷമാണ് നമുക്ക് ആ ബോധോദയം എന്നിലുണ്ടായത്. അവിടെ നിന്നാണ് ശരിക്കും ഒരു കമ്പനിയുടെ ഗ്രോത്തും അതുപോലെ തന്നെ കറക്റ്റ് പ്ലാനിങ്ങും ഇതിലേക്ക് ഞാൻ എത്തുന്നത്. ഒരു വ്യക്തി ഒരു വീട് വേണമെന്ന് പറയുന്നത് അയാളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട പേര് വിശ്രാമായിരിക്കണം. ആ ഒരു ലക്ഷ്യമാണ് മനസ്സിലുള്ളത്. ഞാൻ വളരെ നേരത്തെ എണീക്കുന്ന ഒരാളാണ്. യൂഷ്വലി ഒരു 4 മണിയാകുമ്പോൾ എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് ജിമ്മിൽ പോകും. ഒരു 5 മണിയാകുമ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു 7 മണി 7:15 കൂടി തിരിച്ചു വരും. പിന്നെ വർക്കിലേക്കാണ് വരുന്നത്. രാവിലെ കുറച്ച് ചെറിയൊരു പ്രിപ്പറേഷൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലെല്ലാം ഒന്ന് കുറിച്ചിടും. ചിലപ്പോൾ അവിടെ നിന്ന് നേരെ സൈറ്റിലേക്കാകും പോവുക. ചിലപ്പോൾ സൈറ്റിൽ കയറിയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ നേരെ ഓഫീസിലായിരിക്കും. ഓഫീസിൽ വന്ന എല്ലാ കാര്യം ഡയറിയിൽ കുറിച്ചിട്ട് മീറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഞാൻ ശ്രീരഞ്ജ്, വിശ്രാം ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. എൻജിനീയറിംഗ് കഴിഞ്ഞ് ഞാനൊരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പല ആർക്കിടെക്ട്സിൻ്റെയും പലരുടെയും കൂടെ ഇങ്ങനെ ഓരോ പ്രോജക്ട്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനിടയിൽ സ്വന്തമായിട്ടൊരു കൺസൾട്ടൻസി തുടങ്ങിയാലോ എന്നുള്ളൊരു ആഗ്രഹം വന്നു. കാരണം എനിക്ക് ആർക്കിടെക്ചർ ഭയങ്കര ഇഷ്ടമാണ്, വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെറുതായി പലർക്കും പരിചയക്കാർക്കൊക്കെ പ്ലാനും പല കാര്യങ്ങളും വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ബന്ധു അവരുടെ പ്ലോട്ട് തൃശ്ശൂരിൻ്റെ ടൗണിൽ തന്നെയാണ്, റൗണ്ടിൻ്റെ ഒരു ഹൃദയഭാഗത്ത് തന്നെയുള്ള നല്ലൊരു ലാൻഡ് അവർക്ക് പാർട്ടീഷൻ ചെയ്യണം. പാർട്ടീഷൻ ചെയ്യാനായിട്ട് അവരിപ്പോൾ റഫായിട്ടൊരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്കെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു പ്ലോട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിലെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ലാൻഡിൻ്റെ ഫുൾ യൂട്ടിലൈസേഷൻ കിട്ടുന്നില്ല. 60% ഓഫ് ദ ലാൻഡാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബാക്കി 40% ഓഫ് ദ ലാൻഡും അവർക്ക് റോഡും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളായിട്ട് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിലൊരു പാമ്പുംകാവുണ്ട്. അപ്പോൾ പാമ്പുംകാവ് കുറേ കാലങ്ങളായിട്ട് അവർക്ക് ആ പ്രോപ്പർട്ടിയിലുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിനോടൊരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കാരണം അവർ ചെറുപ്പത്തിൽ അതിൽ വിളക്ക് വയ്ക്കുന്നതും അങ്ങനെയുള്ള പല സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ പാമ്പുംകാവ് അവർക്ക് അവിടുന്ന് മാറ്റാനുള്ള ഉദ്ദേശമില്ല. ഞാനും നോക്കിയിട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിലും നല്ലൊരു ഓപ്ഷൻ ഞാൻ അവരുടെ പറഞ്ഞു, നിങ്ങൾക്കിതൊരു അപ്പാർട്ട്മെൻറ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൂടെ ചോദിച്ചു. ഇവരെല്ലാവരും അപ്പാർട്ട്മെൻറ്റ് ലിവിങ്ങിന് യൂസ്ഡാണ്, കാരണം എല്ലാവരും പുറത്തുള്ളവരാണ്. അപ്പോൾ എൻ്റെ സജഷൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അവർക്ക് തൃശ്ശൂരിൽ ആ കാലങ്ങളിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല, വരുന്നൊരു സമയമാണ് 25 years ബാക്ക്. അപ്പോൾ അന്ന് അവർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. മാത്രമല്ല ഈ പാമ്പുംകാവ് ഇവിടെ നിലനിൽക്കണമെന്നുണ്ട്. അപ്പോൾ യൂഷ്വലി ഏതൊരു യൂത്തിൻ്റെ പോലെ എനിക്കും അന്ന് കൺസർവേഷനിലൊക്കെ വലിയ താല്പര്യങ്ങളായിരുന്നു. അപ്പോൾ ആ പാമ്പുംകാവ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് അവർക്ക് ഒരു പ്ലാനും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാൻ എനിക്കൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി യാദൃശ്ചികമായിട്ട് വന്നുപെട്ടതാണ്. ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലാരും ബിസിനസ് ചെയ്തിട്ടില്ല. വീട്ടിലെല്ലാവരും എഗെയിൻസ്റ്റ് ആയിരുന്നു സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യുന്നതിന്. സത്യം പറഞ്ഞാൽ ഒരു അബദ്ധവശാലെടുത്ത് ചാടി പിന്നെ സർവൈവലിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാവുന്നുള്ളൂ സ്ട്രഗിൾ തന്നെയായിരുന്നു. ആ സ്ട്രഗിൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുകാരെ കൺവിൻസിങ് ഒന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ അച്ഛൻ പറഞ്ഞു, തുടങ്ങരുത്, എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ട, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട, എന്തെങ്കിലും ജോലി തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നാളെ ഈ വീടിൻ്റെ മുമ്പിൽ ആൾക്കാർ വന്ന് നിൽക്കരുത്. കാരണം ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നുള്ളതാണ് വീട്ടിലൊരു ഇത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊരു വീട്ടിലൊരു സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ആ എടുത്തുചാട്ടം പിന്നീട് അതിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള സ്ട്രഗിളും അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ശരിക്കും ആ ഗ്രോത്തിൻ്റെ ബേസായിട്ടുള്ളൊരു ഫാക്ടേഴ്സ്. ആദ്യകാലങ്ങളിൽ തുടങ്ങിയ സ്ട്രഗിള് സത്യം പറഞ്ഞാൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ, സ്ട്രഗിളിനെക്കാളും ഞാൻ പറയാം, ഓരോ നിമിഷങ്ങളിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
രണ്ടാമത്തെ സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, അതിൻ്റെ കംപ്ലീഷൻ, ഇങ്ങനെ ഒരു ഇത് വരുന്നത്. ഇത് അന്ന് ചെയ്യുന്നതും ഇന്ന് ചെയ്യുന്നതിലും തമ്മിൽ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ പ്രോസസ്സ് തന്നെയാണ്. പിന്നെ കുറേ എക്സ്പീരിയൻസ് നമ്മളെ കുറേ ലേൺ ചെയ്യിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ എന്തിലേക്ക് ഇറങ്ങുമ്പോഴും ആ കാര്യം നമ്മൾ നന്നായി പഠിക്കണം എന്നുള്ളതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ അടുത്ത് അഭിപ്രായം ചോദിച്ച്, അല്ലെങ്കിൽ അയാൾ പറയുന്നതാണ്, അയാളാണ് അതിൻ്റെ അതോറിറ്റി, ആ ഒപ്പീനിയൻ വെച്ചിട്ട് പോവുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഒരു 2-3 ഒപ്പീനിയൻ എടുത്ത് നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ മുന്നോട്ട് പോകലാണ് എപ്പോഴും അതിൻ്റെ ഒരു കറക്റ്റ് ഡിസിഷനിലെത്താൻ പറ്റുള്ളൂ. ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു കൂൾ മൈൻഡാണ്. ആ കൂൾ മൈൻഡിൻ്റെ കൂടെ തന്നെ ഈഗോ എന്നുള്ള കാര്യം ഒരിക്കലും വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു കൾച്ചർ നമ്മൾ നമ്മുടെ ടീമിനും പഠിപ്പിച്ചു കൊടുക്കും. കാരണം പലപ്പോഴും നമ്മൾ മാത്രമല്ല സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടാവുക, നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിരിക്കും പോയിട്ട് ചെയ്യേണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ ഈ ഒരു നമ്മുടെ കമ്പനിയുടെ വാല്യൂസ്, കൾച്ചർ, പോളിസീസ്, ഇങ്ങനത്തെ ഇതൊക്കെ ഇൻവൈബ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ ടീമിന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവർ തന്നെ റൺ ചെയ്തു. ശരിക്കും ഒരു ടീമിൻ്റെ, ഒരു ഫേമിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആ ടീം തന്നെയാണ്. വിശ്രാമിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് നമ്മുടെ കൾച്ചറും വാല്യൂസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ പബ്ലിക്കിനെ ഹാൻഡിൽ ചെയ്യാനോ എന്തിനും അവർ ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഒരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, താമസിക്കുന്ന സ്ഥലം മാത്രമല്ല, സഹവസിക്കുന്ന സ്ഥലം, എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, നമ്മൾ എങ്ങനെ ഒരു സമൂഹത്തിൽ വസിക്കണം, അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്തൊക്കെ വേണം. കാരണം പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ടാവും, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും, പല സമയത്തും അതുപോലെ പല ജോബ് പ്രൊഫൈലിലുള്ള ആൾക്കാരുണ്ടാവും. ഇവരെല്ലാവരും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകാൻ. ഒരു പ്രോജക്റ്റിൽ എങ്ങനത്തെ ക്ലയൻസാണ് നമുക്ക് വരുന്നത്, ആ ക്ലയൻറ്റൈലിന് എപ്പോഴും നമ്മൾ സെലക്റ്റീവ് ആയിരിക്കണം. അതുപോലെ യൂഷ്വലി ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് കാലം ഞങ്ങൾ തന്നെ അസോസിയേഷൻ റൺ ചെയ്യും. അപ്പോൾ തന്നെ അവർ തമ്മിലൊരു സഹവർത്തിത്വവും ഒരു സ്നേഹവും ഒരു എങ്ങനെയാണ് കൂടി ചേരേണ്ടതെന്നുള്ളതൊക്കെ അത് യൂസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് ഏത് ലൈഫ് സ്റ്റൈലാണ് അവർക്ക് ആവശ്യം, ആ ലൈഫ് സ്റ്റൈലിനുള്ള ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ ഒരു ഇതിൻ്റെ ഉള്ളിൽ മാത്രം, വീടിൻ്റെ ഉള്ളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നത്, ഇന്ന് ആ കോമ്പൗണ്ടും ആ പ്രിമൈസസും അത് എല്ലാ ഫെസിലിറ്റീസും എങ്ങനെ, എമ്യൂണിറ്റീസും എങ്ങനെ അവർക്ക് കൊടുക്കാം, എന്തൊക്കെ കൊടുക്കാം, അതെങ്ങനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ലൈഫ് സ്റ്റൈലായി മാറിക്കഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിൽഡിങ്സ് തന്നെയാണ്. അതിന്ന് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ റോഡിൽ എത്ര തിരക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് എത്ര തിരക്കുണ്ട് എന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ വന്നിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടാണത്. നിങ്ങൾക്ക് ആ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനം കിട്ടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ ഇനിയുള്ള പ്രോജക്ട്സിൽ മസ്റ്റായിട്ട് വേണ്ടി വരും. ഒരു വീടെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നൊരു സ്ഥലമായിരിക്കണം. നമുക്കെന്നും എപ്പോഴും വരാൻ തോന്നണം. അവിടെ നമുക്ക് സമാധാനം വേണം, സന്തോഷം വേണം, റിലാക്സ് ചെയ്യാൻ കഴിയണം. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് വിശ്രാം എന്നുള്ള പേര് കൊടുക്കുന്നത്. വിശ്രാം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി റിലാക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിമിഷം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. പല മൊമെൻറ്റ്സും നമുക്കൊരു ഹാപ്പിനെസ് തരുന്നു. ഒന്ന്, നമുക്കൊരു ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്യാൻ കഴിയും. ആ ബ്രാൻഡ് നമ്മുടെ കസ്റ്റമേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ നിമിഷങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വളരെ സന്തോഷം തരുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റിൽ ഒരു യങ് കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ അവരുടെ പേരക്കുട്ടിയുടെ 28 ചടങ്ങിന് വീട്ടിലേക്ക് പോയി. അവർ ആ സെയിം ഫ്ലാറ്റിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര കാലം കഴിഞ്ഞിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞു, അവരുടെ മകൾക്ക് കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയുടെ ചടങ്ങിനാണ് ഞാൻ പോയത്. ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഒരു 3rd ജനറേഷൻ ഞാൻ പണിത് കൊടുത്ത അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫംഗ്ഷന് പോകുക എന്ന് പറയുമ്പോൾ അവിടെ അവർ സന്തോഷത്തോടുകൂടിയും വസിക്കുക എന്ന് പറയുന്നതും വളരെ ഒരു
എനിക്ക് ശരിക്കും വളരെ ധന്യമായ എനിക്കൊരു മുഹൂർത്തമായിരുന്നു അത്. പിന്നെ എൻ്റേതായ ഹോബീസ്, ട്രാവലിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യൂഷ്വലി അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ യൂഷ്വലി കാട്ടിലേക്കോ ട്രക്കിങ്ങിനൊക്കെ പോകലാണ് സാധാരണ ചെയ്യാറ്. കാടുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരുവിധം സാങ്ച്വറീസും ഒരുവിധം ഫോറസ്റ്റുകളിലും എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള കാടുകൾ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയൊക്കെയാണ്, അവിടെയും പോയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ഒരു ആർട്ടിസ്റ്റിക് എന്നുള്ളതിനെക്കാളും കൂടുതൽ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും ഒരു ഫോട്ടോഗ്രാഫി ചെയ്യാറ്. കാരണം ആദ്യ കാലങ്ങളിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പല ഒക്കേഷൻസ് പലരും സംസാരിക്കുമ്പോൾ ഈ ഒക്കേഷൻസ് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒരു ടൈഗർ ഹണ്ടിങ് ഞാൻ 3-4 ടൈഗർ ഹണ്ടിങ് ആ കാലങ്ങളിൽ ടൈഗർ ഒരു മാനിനെ പിടിക്കുന്നതോ അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ പിന്നാലെ ഓടുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്കൊരു ഐ മീൻ ഒരു ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലാണ് ഇതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ പലരും സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരം കാട്ടിൽ പോകുന്നവർക്ക് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് ശ്രദ്ധ തിരിയുന്നതും. എൻ്റെ ബ്രദറിലും എനിക്ക് ആ സമയത്ത് ഒരു ക്യാമറ തരും ചെയ്തു. അപ്പോൾ പിന്നെ ട്രാവലിൻ്റെ കൂടെ ഒരു സഹചാരി എപ്പോഴും ക്യാമറയും കൂടി. ഡ്രൈവിങ് ഇഷ്ടമാണ്. അപ്പോൾ മോസ്റ്റ്ലി സൗത്ത് ഇന്ത്യയൊക്കെ ആണെങ്കിൽ യൂഷ്വലി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് എല്ലായിടത്തേക്കും പോകാറ്. ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫ്ലോർസ് കമ്പൈൻ ചെയ്തു. ഉള്ളിലൊരു കോണി കൊടുത്ത് ഒരു ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെൻറ്റാണ്. ചുറ്റും ചെടികളും ഗാർഡൻ സ്പേസും എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അപ്പാർട്ട്മെൻറ്റാണ് തോന്നുന്നില്ല. ഒരു സ്കൈയിലിരിക്കുന്ന ഒരു വില്ല പോലെ തോന്നുന്നു. അപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അപ്പാർട്ട്മെൻറ്റുകളിലെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഈസിനെസ് ഓഫ് ലിവിങ്. അതുകൂടാതെ എൻ്റെ വൈഫിനും കൂടുതൽ അവർ യൂസ്ഡാണ്, അപ്പാർട്ട്മെൻറ്റ് ലൈഫിനാണ് അവർ ചെറുപ്പം തൊട്ടേ യൂസ്ഡാണ്. അപ്പോൾ അവരും പ്രിഫർ ചെയ്തതാണ്. അങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റ് അത് തന്നെ മതിയെന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഗതിയായിരിക്കും വീട്. ഒരു മിനിമൽ മെയിൻ്റനൻസിൽ നമുക്ക് തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അവിടെ വരുന്ന ആൾക്കാർ ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്കും അതിൻ്റെ കൂടുതൽ എങ്ങനെ നമ്മുടെ കൂടെ ചേർന്ന് പോവാം എന്നുള്ളതാണ് ശരിക്കും ഞാനൊരു വീട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചത്. എൻ്റെ വൈഫ് ഇവിടെ തന്നെ ബിസിനസ്സിൽ വളരെയധികം ഇൻവോൾവാണ്. പല ഡിപ്പാർട്ട്മെൻറ്റ്സും അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ചേർന്ന് എങ്ങനെ മാനേജ് ചെയ്യാവുന്നൊരു വീടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ കാരണം നമ്മൾ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടും കാര്യമില്ല. കാരണം അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെയും വൈഫിൻ്റെയും ഒപ്പീനിയൻ ഒരുപോലെ എങ്ങനെ സമന്വയിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും കസ്റ്റമേഴ്സ് തരുന്നൊരു സ്നേഹം തന്നെയാണ് ഇപ്പോഴും ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വിശ്രാം ലഭിച്ചിട്ടുള്ള അവാർഡുകളിൽ ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത് കേരള ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുള്ള ലേബർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ ലേബർ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ലേബർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വജ്ര അവാർഡുണ്ട്. ആ വജ്ര അവാർഡ് 2 വർഷം വിശ്രാം ബിൽഡേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ലേബർ പാർട്ടിൽ നമുക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളൊരു റെക്കഗ്നേഷൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ലൈഫിൽ 2 ഉപദേശം തന്നിട്ടുള്ള എൻ്റെ 2 കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ 2 കസ്റ്റമേഴ്സും 80 വയസ്സിന് മുകളിൽ, ഏകദേശം 85 വയസ്സോളം പ്രായം. ഇന്നും 2 പേരും ഇല്ല, തുടക്കകാലത്താണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനെക്കാട്ടിലൊക്കെ വളരെ എൻ്റെ പ്രായമുള്ള ആൾക്കാരായിരുന്നു. വളരെ ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാം. യു ആർ ടു ഷൈ, യു ആർ ടു കം ഔട്ട് ഓഫ് യുവർ ഷെൽ. കാരണം നിങ്ങൾ പലരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. ഈ ഷൈനസ് നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങൾക്ക് ഒരു തടസ്സമായിരിക്കും. ഈ ഷൈനസ് കളയണമെന്ന് പറഞ്ഞു. ലൈഫിൽ ഞാൻ കുറച്ചും കൂടി എക്സ്ട്രോവേർട്ട് ആവാനും അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലാനും അവിടെ സംസാരിക്കാനും ഉള്ളൊരു തീരുമാനം അതിനുശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ലൈഫിൽ ഇതുപോലെ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഏറ്റവും വലിയൊരു ഉപദേശമുണ്ട്. ഒരു ക്ലയൻറ്റ് പറഞ്ഞത്, ശ്രീരഞ്ജ്, യു ആർ ടു ഫിലോസഫിക്കൽ ടു യുവർ ഏജ്. ഡോണ്ട് ഹാവ് ഫിലോസഫീസ്, ജസ്റ്റ് ഹാവ് പോളിസീസ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ഫിലോസഫിക്കലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഈ ഉപദേശം കിട്ടിയതിന് ശേഷം ഞാൻ വളരെയധികം ചിന്തിച്ചു ഓരോ സിറ്റുവേഷനും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം.
അങ്ങനെ ഒരു പോളിസിയിലേക്ക് തന്നെ, അങ്ങനെയാണ് ഞാൻ പോളിസി സ്വീകരിക്കുന്നത്. ഫിലോസഫിയുടെ കുറേ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പോളിസീസ് സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇതും എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 5 years പ്ലാനാണ് വിശ്രാം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോൾ 6 പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. കൊച്ചിനിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റേ ഉള്ളൂ. അപ്പോൾ 2025 തന്നെ 2 പ്രോജക്റ്റും കൂടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 26 കൂടി ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ നിമിഷത്തിൽ പറയാവുന്ന ഏറ്റവും വിശ്രാമിനെ കുറിച്ച് പറയാൻ 25 വർഷം പൂർത്തിയാക്കി 50ാമത്തെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 51ാമത്തെ പ്രോജക്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കും. ഒരാൾ വരുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലൊരു വീടുണ്ടായിരിക്കും. ആ വീടും നമ്മൾ കൊടുക്കുന്നൊരു പ്ലാനും ഇത് രണ്ടും തമ്മിൽ എത്രത്തോണ്ട് യോജിച്ചു പോകാൻ കഴിയും, നമുക്ക് എന്തൊക്കെ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ആ വീട്ടിലേക്ക്, ആ പ്രോജക്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഒരു കസ്റ്റമർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. പിന്നീട് തുടർന്ന് അങ്ങോട്ട് അവരെ വർക്ക് പ്രോഗ്രാം അവരെ ഇൻവോൾവ് ചെയ്ച്ച് മുന്നോട്ട് പോവുക. ഹാൻഡിങ് ഓവർ കഴിഞ്ഞാലും ഇപ്പോഴും 25 വർഷം മുമ്പുള്ള ക്ലയൻസിന് എന്താണ് അവിടെ സർവീസ് ആവശ്യം, ഒരു ഫാമിലി മെമ്പർ പോലെയും അതുപോലെ തന്നെ എഞ്ചിനീയർ എന്നുള്ള രീതിയിലും എല്ലാ രീതിയിലും അവർക്കൊരു സർവീസ് കൊടുക്കാൻ സ്റ്റാമിന ടീം എന്നുണ്ടായിരിക്കും.